എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2009 റിലീസ് ചെയ്ത അജബ് പ്രേം കി ഗസബ് കഹാനി എന്ന സിനിമയിലെ ഒരു ഹിന്ദി ഗാനമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഈ സിനിമ പേരിന്റെ അർത്ഥം എന്താന്ന് നോക്കാം. അജബ് പ്രേം കി ഗസബ് കഹാനി. പ്രേം എന്ന് പറഞ്ഞാൽ എന്താ? പ്രണയം അല്ലേ? അജബ് പ്രേം കി, വിചിത്രമായ സ്നേഹത്തിന്റെ ഗസബ് കഹാനി. ഗസബ് മീൻസ് അതിശയകരമായ, കഹാനി കഥ. വിചിത്രമായ സ്നേഹത്തിന്റെ ഒരു അതിശയകരമായ കഥ പറയുന്ന ഒരു ചിത്രം തന്നെയാണ് അജബ് പ്രേം കി ഗസബ് കഹാനി. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് രൺബീർ കപൂറും കത്രീന കൈഫും ആണ്. ഇവിടെ ഇവർ തമ്മിലുള്ള ഒരു സൗഹൃദം രൺബീറിനുള്ളിൽ അവളോടുള്ള പ്രണയമായി മാറുകയും എന്നാൽ അവൾക്ക് മറ്റൊരാളോട് ഇഷ്ടമുള്ളതിനാൽ അവൾ രൺബീറിനോടുള്ള സൗഹൃദം അത് സൗഹൃദമായി തന്നെ നിലനിർത്തുകയും ചെയ്യും. അവളുടെ പ്രണയം അറിഞ്ഞ് രൺബീർ കപൂർ അവളെയും അവളുടെ കാമുകനെയും ഒരുപ്പിക്കാനുള്ള ശ്രമമാണ് ഈ സിനിമയിൽ കാണുന്നത്. പക്ഷേ അവസാനം രൺബീറിന്റെ സ്നേഹമായിരുന്നു യഥാർത്ഥം എന്ന് മനസ്സിലാക്കി അവർ തമ്മിൽ ഒന്നാവുന്ന ഒരു ചിത്രമാണ് അജബ് പ്രേം കി ഗസബ് കഹാനി. കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ പേര് ഈ കഥയ്ക്ക് വളരെയധികം യോജിക്കുന്നുവെന്ന്. അപ്പൊ നമുക്ക് ഈ സിനിമയിലെ തൂ ജാനന എന്ന് തുടങ്ങുന്ന ഹിന്ദി ഗാനം, അതിന്റെ വരികളും അതിന്റെ അർത്ഥവും നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റാൻസ് നോക്കാം. कैसे बताए क्यों तुझको चाहे यारा बता ना पाए, बातें दिलों की देखो जो बाकी आंखें तुझे समझाए. ഇനി അർത്ഥം നോക്കാം. कैसे बताए. कैसे മീൻസ് എങ്ങനെ, ബത്തായെ പറയും, എങ്ങനെ പറയും, എന്താണ്? ക്യോ തുജ്കോ ചാഹെ. ക്യോ മീൻസ് എന്തിന്, ഓക്കെ എന്തുകൊണ്ട്. തുജ്കോ നിന്നെ, ചാഹെ ആഗ്രഹിക്കുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക. ഓക്കെ, ക്യോ തുജ്കോ ചാഹെ എന്തിനാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഞാൻ നിന്നെ ആഗ്രഹിക്കുന്നത് എന്ന് കൈസെ ബത്തായെ എങ്ങനെ ഞാൻ പറയും. യാരാ ബത്താ നപ്പായെ. യാര മീൻസ് പ്രിയപ്പെട്ടവളെ. യാർ എന്നുള്ള വാക്ക് നമ്മൾ ഹിന്ദി സിനിമകളിലൊക്കെ കേട്ടിട്ടുണ്ട്. യാർ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമ്മളോട് അടുത്ത് നിൽക്കുന്ന ആളുകളെയാണ് നമ്മൾ യാർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇവിടെ യാര എന്ന് ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ടവളെ. ബത്ത ന പായേ. ബത്താന പറയുക, പക്ഷെ ഇവിടെ ബത്ത ന എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ്, അല്ല എന്നുള്ള അർത്ഥത്തിൽ. ബത്താന പറയാൻ കഴിയില്ല, ന പായേ കഴിയില്ല, ബത്താന പായേ എന്റെ പ്രിയപ്പെട്ടവളെ എനിക്ക് പറയാൻ കഴിയില്ല, ഞാൻ എന്തിനാണ് നിന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനോ നിനക്ക് മനസ്സിലാക്കി തരാനോ പറയാനോ എനിക്ക് കഴിയുന്നില്ല. बातें दिलों की देखो जो बाकी आके तुझे समझाए. दिल में जो बाकी बातें हैं वो मेरी आंखें तुझे समझाए. ദിൽ എന്ന് വെച്ചാൽ ഹൃദയം. ഹൃദയത്തില് ഇനി ജോ ബാക്കി ഹെ എന്താണ് ഇനി അവശേഷിക്കുന്നത്, അത് പറയാനുള്ള കാര്യങ്ങള്. ഓക്കെ, ബാത്തേം എന്ന് വെച്ചാൽ കാര്യങ്ങള്. എന്റെ ഹൃദയത്തിൽ ഇനി നിന്നോട് എന്താണോ പറയാൻ ബാക്കിയുള്ളത് ആ കാര്യങ്ങള് മേരി ആഖേ. ആഖേം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ. എന്റെ കണ്ണുകൾ നിന്നെ തുജെ, തുജെ എന്ന് പറഞ്ഞാൽ നിന്നെ, സംജായേ സംജാന മനസ്സിലാക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോ എന്റെ ഹൃദയത്തിൽ ഇനി നിന്നോട് എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടെങ്കിൽ ആ ബാക്കിയായ കാര്യങ്ങൾ നീ എന്റെ കണ്ണിൽ നോക്കൂ, എന്റെ കണ്ണുകൾ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഞാൻ എന്താണോ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്റെ കണ്ണുകൾ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും എന്നാണ് ഈ വരികളിൽ പറയുന്നത്. അടുത്ത വരി നോക്കാം. തൂ ജാനേ നാ, തൂ ജാനേ നാ, തൂ ജാനേ നാ, തൂ ജാനേ നാ. ഇവിടെ തൂ എന്ന് പറഞ്ഞാൽ നീ, ജാന എന്ന് പറഞ്ഞാൽ അറിയുക. ഓക്കെ, ന എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ തൂ ന ജാനേ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയില്ല. തൂ ന ജാനേ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയില്ല എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇത്രയും നോക്കിയ ലൈൻസ് ഒന്നുകൂടി നോക്കാം, അർത്ഥം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കാം. कैसे बताए क्यों तुझको चाहे यारा बता न पाए, बातें दिलों की देखो जो बाकी आके तुझे समझाए. तू जाने ना, तू जाने ना, तू जाने ना, तू जाने ना. അടുത്ത സ്റ്റാൻസ് നോക്കാം. മിൽക്കെ ഭി ഹം നാ മിലേ തുംസേ ന ജാനേ ക്യൂ
मीलों के है फासले तुमसे न जाने क्यों മിൽക്കെ ബി ഹം നാ മിലെ തുംസെ ന ജാനെ ക്യോ. മില്ല എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക, പരസ്പരം കണ്ടുമുട്ടുക. മിൽക്കെ ബി എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടിയിട്ടും, അതായത് ഹം മിൽക്കെ ബി നമ്മൾ കണ്ടുമുട്ടിയിട്ടും, നാ മിലെ തുംസെ, തുംസെ നാ മിലെ, തുംസെ നിന്നോട്, നാ മിലെ കൂടിച്ചേരാൻ കഴിഞ്ഞില്ല, അതായത് നമ്മൾ ഒന്നാവാൻ നമുക്ക് കഴിഞ്ഞില്ല. നമ്മൾ പരസ്പരം കണ്ടുമുട്ടി എങ്കിലും നമുക്ക് ഒന്നാവാൻ കഴിഞ്ഞില്ല. ന ജാനെ ക്യോ, ക്യോ മീൻസ് എന്തുകൊണ്ട്, ന ജാനെ എന്ന് പറഞ്ഞാൽ അറിയില്ല. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. നമ്മൾ കണ്ടുമുട്ടിയിട്ടും നിന്നോട് കൂടിച്ചേരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മീലോ കെ ഹേ ഫാസലേ തുമസേ ന ജാനെ ക്യോ. മീലോം കെ ഹേ ഫാസലേ, മീലോം എന്ന് പറഞ്ഞാൽ കിലോമീറ്ററോളം. ഓക്കെ, ഫാസിലെ എന്ന് പറഞ്ഞാൽ എന്താണ്, അകലം, ഡിസ്റ്റൻസ്. മീലോം കെ ഹേ ഫാസിലെ തുംസെ, നമുക്കിടയിൽ കിലോമീറ്ററോളം അകലം തോന്നുന്നു. ന ജാനെ ക്യോ, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അടുത്ത ലൈൻസ് നോക്കാം. അഞ്ചാനെ ഹേ സിൽസിലെ തുംസെ ന ജാനെ ക്യോ സപ്നെ ഹേ പൽകോ തലേ തുംസെ ന ജാനെ ക്യോ. അഞ്ചാനെ ഹേ സിൽസിലെ തുംസെ ന ജാനെ ക്യോ. സിൽസിലെ എന്ന് പറയുന്നതിന് പല അർത്ഥങ്ങളുണ്ട്. പരമ്പര, സീരീസ് എന്നൊക്കെ അർത്ഥമുണ്ട്. ഒരു തുടർച്ച, അങ്ങനെ ഒരു അർത്ഥവും ഉണ്ട്. അതുപോലെ ഇവിടെ റിലേഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, ബന്ധം. തുംസെ സിൽസിലെ നിന്നോടുള്ള ബന്ധം. അഞ്ചാനെ ഹേ, അഞ്ചാന എന്ന് പറഞ്ഞാൽ അജ്ഞാതമാണ്, അറിയില്ല. ഓക്കെ, ഈ ബന്ധം എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ന ജാനെ ക്യോ, നീയുമായി ഒരു അജ്ഞാത ബന്ധമുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. ആ ബന്ധത്തിന് പറയാൻ എന്ത് പേര് നൽകണമെന്ന് എനിക്കറിയില്ല. ഓക്കെ, അഞ്ചാനെ ഹേ സിൽസിലെ തുംസെ ന ജാനെ ക്യോ. തുംസെ ജോ സിൽസിലെ ഹേ ജോ അഞ്ചാനെ ഹേ, നിന്നോടുള്ള ബന്ധം അത് അജ്ഞാതമാണ്. ന ജാനെ ക്യോ, അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. സപ്നെ ഹേ പൽക്കോൻ തലേ തുംസെ ന ജാനെ ക്യോ. ഓക്കെ, ഇവിടെ പൽക്കോം തലേ എന്ന് പറഞ്ഞാൽ ഐലിഡ്സിന് താഴെ എന്നാണ് പൽക്കോം തലയുടെ അർത്ഥം. ഇവിടെ അർത്ഥം അതിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച്, അതിനെ ചുറ്റിപ്പറ്റി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ചില വാക്കുകൾ അതിൽ പല മീനിങ് ഉണ്ടെങ്കിലും അതിന്റെ കോണ്ടെക്സ്റ്റൽ മീനിങ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വരുന്നത് കേട്ടോ. സപ്നേഹേ പൽക്കോം തലേ തുംസേ, സ്വപ്നങ്ങളെല്ലാം, സപ്ന സ്വപ്നം അല്ലെ, സപ്നേഹേ സ്വപ്നങ്ങളെല്ലാം, തുംസേ പൽക്കോം തലേ എന്ന് വെച്ചാൽ എന്താ, നിന്നെ ചുറ്റിപ്പറ്റിയാണ്, എന്റെ സ്വപ്നങ്ങളെല്ലാം നിന്നെ കുറിച്ചാണ്. ന ജാനെ ക്യോ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഈ വരികൾ നമുക്ക് ഒന്നുകൂടി നോക്കാം. മിൽക്കേ ഭി ഹം നാ മിലേ തുംസേ ന ജാനെ ക്യോ मीलों के है फासले तुमसे न जाने क्यों अनजाने है सिलसिले तुमसे न जाने क्यों सपने हैं पलकों तले तुमसे न जाने क्यों कैसे बताए क्यों तुझको चाहे यारा बता ना पाए बातें दिलों की देखो जो बाकी आंखें तुझे समझाए तू जाने ना तू जाने ना तू जाने ना तू जाने ना. അടുത്ത വരികളുടെ അർത്ഥം നോക്കാം. निगाहों में देखो मेरी जो है बस गया वो है मिलता तुमसे हूबहू ओ जाने तेरी आंखें दिया बातें दिवजा हुए तुम जो दिल की आरज़ू निगाहों में देखो मेरी जो है
बस गया वो है मिलता तुमसे हूबहू. നിഗാഹോ എന്ന് പറഞ്ഞാൽ കണ്ണുകള്. നിഗാഹോമേ കണ്ണുകളിൽ, ദേഖോ നോക്കൂ. ഓക്കെ, മേരി നിഗാഹോ മേ ദേഖോ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ജോഹേ ബസ് ഗയാ. ഓക്കെ, ആരാണോ എന്റെ കണ്ണിലുള്ളത്. ഓക്കെ, ബസ് ഗയ എന്ന് പറഞ്ഞാൽ എന്റെ കണ്ണുകളിൽ പതിഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്റെ കണ്ണുകളിൽ ആരാണോ ഉള്ളത്, വോഹേ അവനാണ്. മിൽത്ത തുംസേ ഹൂബഹു. മിൽത്ത എന്ന് പറഞ്ഞാൽ സാമ്യപ്പെടുക, അതായത് സാമ്യം തോന്നുക. ഓക്കെ, എന്റെ കണ്ണുകളിൽ നോക്കൂ, എന്റെ കണ്ണുകളിൽ ആരാണോ പതിഞ്ഞിട്ടുള്ളത് അത് നിങ്ങളുമായിട്ട് സാമ്യമുണ്ട്. തുംസേ ഹൂബഹു. ഓക്കെ, അപ്പൊ ഹൂബഹു എന്ന് പറഞ്ഞാൽ ആ രൂപം എന്നാണ് കേട്ടോ. നിഗാഹോ മേ ദേക്കോ മേരി, മേരി നിഗാഹോ മേ ദേക്കോ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. ജോഹേ ബസ് ഗയ ആരാണോ എന്റെ കണ്ണുകളിൽ ഉള്ളത്. ഓക്കെ, ആരാണോ എന്റെ കണ്ണുകളിൽ പതിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നത്. മിൽത്താ തുംസേ ഹൂബഹു നിന്റെ രൂപമായിട്ട്. ഹൂബഹു തുംസേ ഹൂബഹു എന്ന് പറഞ്ഞാൽ നിന്റെ രൂപമായിട്ട്. മിൽത്താ ഹേ സാമ്യമുണ്ട്. നീ എന്റെ കണ്ണുകളിലേക്ക് നോക്കൂ, എന്റെ കണ്ണുകളിൽ പതിഞ്ഞത് ആരുടെ രൂപമാണോ അത് നീയുമായിട്ട് സാമ്യമുണ്ട്. ഓ ജാനെ തേരി ആഖേ ദി യാ ബാധേ ദി വജ. വജ എന്ന് പറഞ്ഞാൽ കാരണം. ഓക്കെ, അതിന്റെ കാരണം എന്താണ്? തേരി ആഖേ ദി യാ തേരി ബാധേ. നിന്റെ കണ്ണുകളാണോ അതിന് റീസൺ, അല്ലെങ്കിൽ നീ പറയുന്ന കാര്യങ്ങളാണോ, നിന്റെ വാക്കുകളാണോ? ഓക്കെ, എനിക്കറിയില്ല. ഹുവേ തും ജോ ദിൽ കി ആർസു. ദിൽ കി ആർസു, ദിൽ ഹൃദയം, ദിൽ കി ആർസു, ആർസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം. തും ദിൽ കി ആർസു ഹുയേ, നീ എന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമായി മാറി. ഓക്കെ, നമുക്കിനി അടുത്ത വരി നോക്കാം. തും പാസ് ഹോക്കെ ഭീ തും ആസ് ഹോക്കെ ഭീ എഹസാസ് ഹോക്കെ ഭീ अपने नहीं ऐसे है हमको गिले तुमसे न जाने क्यों मीलों के है फासले तुमसे न जाने क्यों. തും പാസ് ഹോക്കെ ബി. തും മീൻസ് നീ, പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്, ഹോക്കെ ബി ആയിട്ടും. തും പാസ് ഹോക്കെ ബി നീ എന്റെ അടുത്തുണ്ടായിട്ട് പോലും. തും ആസ് ഹോക്കെ ബി, ആസ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, നീ എന്റെ ഹോപ്പ് അല്ലെങ്കിൽ പ്രതീക്ഷയായിട്ട് പോലും. എഹസാസ് ഹോക്കെ ബി, എഹസാസ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ്, എന്റെ ഫീലിങ്സ് നീ ആയിട്ട് പോലും. അപ്നെ നഹി, അപ്ന മീൻസ് സ്വന്തം, നീ എന്റെ സ്വന്തമല്ല. നീ അടുത്തുണ്ടായിട്ടും, നീ എന്റെ പ്രതീക്ഷയായിട്ടും, നീ എന്റെ വികാരമായിട്ട് പോലും നീ എന്റേതല്ല, നീ ഇപ്പോഴും എന്റേതായിട്ടില്ല എന്ന് പറയുവാണ്. ऐसे है हमको गिले तुमसे. हमको तुमसे गिले है എന്ന് വെച്ചാൽ എന്താണ്? ഗിലെ എന്ന് പറഞ്ഞാൽ പരാതി. എനിക്ക് നിന്നോട് പരാതി ഉണ്ട്, ഇതിനെക്കുറിച്ച് പരാതി പറയാനുണ്ട്. അതായത് നീ എന്റെ പ്രണയം അറിയുന്നില്ലെങ്കിൽ പോലും എനിക്ക് നിന്നോട് എന്റെ പ്രണയം അറിയാത്തതിൽ പരാതി ഉണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. മീലോം കെ ഹേ ഫാസിലെ, കിലോമീറ്ററോളം അകലത്തിലാണ് ഞാൻ നിന്നിൽ നിന്ന്. അല്ലെ, നമുക്കിടയില് കിലോമീറ്ററോളം ദൂരമുണ്ട്. നജാനെ ക്യോ, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പൊ ഇപ്പൊ നോക്കിയ ലൈൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. നിഗാഹോ മേ ദേഖോ മേരി ജോ ഹേ ബസ് ഗയാ वो है मिलता तुमसे हूबहू. ओ जाने तेरी आंखें दिया बातें बेवजह हुए तुम जो दिल की आरज़ू. तुम पास होके भी तुम आस होके भी एहसास होके भी अपने नहीं ऐसे है हमको गिले तुमसे न जाने क्यों मीलों के है फासले तुमसे न जाने क्यों. तू जाने ना, तू जाने ना, तू जाने ना, तू जाने ना. അടുത്ത ലൈൻസ് നോക്കാം.
ख्यालों में लाखों बातें यूं तो कह गया, बोला कुछ न तेरे सामने. ഖയാലോ മേ ലാഖോ ബാത്തേ യൂ തോ ക്യാ ഗയാ. ഖയാൽ എന്ന് പറഞ്ഞാൽ എന്റെ ചിന്തകളിൽ. ഓക്കെ, ഖയാൽ ചിന്ത അല്ലെങ്കിൽ എന്റെ മനസ്സ്. ഖയാലോമേ എന്റെ ചിന്തകളിൽ. ലാഖൂം ബാത്തേ, ലാഖൂം ബാത്തേ എന്ന് പറഞ്ഞാൽ മില്യൺസ് ഓഫ് തിങ്സ് എന്നാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ. യൂ തോ ക്യാ ഗയാ, ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു. ഓക്കെ, ഞാൻ എന്റെ ചിന്തകളിൽ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ബോല കുച്ച് നാ തേരെ സാമനെ. തേരെ സാമനെ എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പില്. ബോല കുച്ച് ന, അതായത് മെനെ കുച്ച് നഹി ബോല, നിന്റെ മുമ്പിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. അതായത് ഉള്ളിന്റെ ഉള്ളില് എനിക്ക് നിന്നോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ഞാൻ നിന്നോട് പറഞ്ഞു. പക്ഷേ നേരിൽ എനിക്ക് നിന്നോടൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഓക്കെ, നേരിൽ ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല. അടുത്ത വരികൾ നോക്കാം. ओ हुए ना भगाने भी तुम हो के और के, देखो तुम न मेरे ही बने. हुए ना भगाने भी तुम हो के और के. ഓർക്കെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ. തും കിസി ഓർക്കെ ഹോക്കെ ഭി, നീ മറ്റൊരാളുടെ ആയിട്ട് പോലും. തും ന ബഗാനെ, ബഗാന എന്ന് പറഞ്ഞാൽ അപരിചിത. ന ബഗാനെ എന്ന് പറഞ്ഞാൽ അപരിചിതയായിട്ടില്ല എന്നാണ് അർത്ഥം. നീ മറ്റാരുടെയോ ആയിട്ടും നീ എനിക്ക് അപരിചിതയായിട്ടില്ല. അതായത് നീ എനിക്ക് ഇപ്പോഴും പ്രിയപ്പെട്ടവൾ തന്നെയാണ്, അല്ലാതെ അപരിചിതയല്ല. ദേക്കോ തും ന മേരെ ഹി ബനെ. ദേക്കോ, നോക്കൂ. തും മേരെ ഹി ന ബനെ, നീ എന്റേതായില്ല. ഓക്കെ, നീ എന്റേതായിട്ടില്ല. നീ നോക്കൂ, നീ എന്റേതായിട്ടില്ല, നീ മറ്റാരുടെയോ ആയി, എന്നിട്ട് പോലും നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഇനി നമുക്ക് ഈ സ്റ്റാൻസ് ഒന്നുകൂടെ നോക്കാം. ഖയാലോं में लाखों बातें यूं तो कह गया, बोला कुछ न तेरे सामने. ओ हुए ना बगाने भी तुम हो के और के, देखो तुम न मेरे ही बने. अफसोस होता है, दिल भी ये रोता है, सपने संजोता है, पगला हुआ सोचे ये हम थे मिले, तुमसे न जाने क्यों. അഫ്സോസ് ഹോത്താ ഹേ, ദിൽ ഭി യെ റോത്താ ഹേ. അഫ്സോസ് എന്ന് പറഞ്ഞാൽ ഖേദം തോന്നുക, സങ്കടം തോന്നുക. അഫ്സോസ് ഹോത്താ ഹേ, സങ്കടം തോന്നുന്നു എനിക്ക്. ദിൽ ഭി യെ റോത്താ ഹേ, ദിൽ ഹൃദയം, റോന കരയുക, എന്റെ ഹൃദയം കരയുകയാണ്. ഓക്കെ, എനിക്ക് സങ്കടം തോന്നുന്നു, എന്റെ ഹൃദയം കരയുകയാണ്. സപ്നെ സഞ്ജോത്താ ഹേ, പഗലാ ഹുവാ सोचे यह हम थे मिले तुमसे न जाने क्यों. സപ്നെ സഞ്ജോത്തായ, സപ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വപ്നം. സപ്ന സഞ്ജോന എന്ന് പറഞ്ഞാൽ സ്വപ്നം നെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ ഇപ്പോഴും നിന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങള് നെയ്തുകൊണ്ടിരിക്കുകയാണ്. പകലാ ഹുവ, പകല എന്ന് പറഞ്ഞാൽ എന്താണ്? ഭ്രാന്താവുക. പകലാ ഹുവ, എനിക്ക് ഭ്രാന്തായി, അല്ലെ? എനിക്ക് ഭ്രാന്തമായിട്ട് ഞാൻ നിന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ്. സോച്ചേ യ ഹം ധേ മിലേ തുംസേ. ഹം എന്ന് പറഞ്ഞാൽ നമ്മൾ. ഓക്കെ, മിലേധേ, മിൽന കണ്ടുമുട്ടുക. മിലേധേ എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടിയിരുന്നു. എന്നിട്ടും ഭ്രാന്തമായി ഞാൻ സ്വപ്നങ്ങൾ നെയ്യുന്നു. ഞാൻ ആലോചിക്കുകയാണ് നമ്മൾ എന്തിനാണ് കണ്ടുമുട്ടിയെന്ന്. എനിക്കറിയില്ല. അടുത്ത ലൈൻസ് റെപ്പിറ്റേഷൻ ആണ്, അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മീനിങ് വായിച്ചു പോവാം. മീലോങ്കെ ഹേ ഫാസിലെ തുംസെ ന ജാനെ ക്യൂ. നമുക്കിടയിൽ കിലോമീറ്ററുകളോളം അകലം തോന്നുന്നു, അറിയില്ല അതെന്തുകൊണ്ടാണെന്ന്. അഞ്ജാനെ ഹേ സിൽസിലെ തുംസെ ന ജാനെ ക്യൂ. നീയുമായി ഒരു അജ്ഞാത ബന്ധമുണ്ട്, അതെന്താണെന്ന് എനിക്കറിയില്ല. അതായത് നീയുമായിട്ടുള്ള ബന്ധം, അതിനെ എന്ത് പേര് വിളിക്കണം എന്ന് എനിക്കറിയില്ല. സപ്നെ ഹേ പൽക്കോൻ തലയെ തുംസെ ന ജാനെ ക്യൂ. സ്വപ്നങ്ങളെല്ലാം നിന്നെ ചുറ്റിപ്പറ്റിയാണ്, അറിയില്ല അതെന്തുകൊണ്ടാണെന്ന്. ഇനി ഈ വരികൾ നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടി പാടി നോക്കാം.
अफ़सोस होता है, दिल भी रोता है, सपने संजोता है, पगला हुआ सोचे हम थे मिले, तुमसे न जाने क्यों मीलों के है फासले, तुमसे न जाने क्यों अनजाने है सिलसिले, तुमसे न जाने क्यों सपने हैं पलकों तले, तुमसे न जाने क्यों। कैसे बताए क्यों तुझको चाहे, यारा बता ना पाए, बातें दिलों की देखो जो बाकी आके तुझे समझाए, तू जाने ना, 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 तू जाने ना. അപ്പൊ ഇന്നത്തെ വീഡിയോ പാട്ട് കേട്ട് നിങ്ങൾ വിലയിരുത്തരുത് കേട്ടോ. പാട്ടിന്റെ അർത്ഥം കേട്ട് വിലയിരുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവര് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.